ഗൈസ്, നമ്മുടെ എലക്ഷൻ വളരെ ഈ ആഘോഷങ്ങൾ വളരെ ഗംഭീരമായി മുമ്പോട്ട് പോകും. എന്താണ് ഈ ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, നമ്മുടെ സർക്കാരിൻ്റെ സർക്കാർ വിരുദ്ധ നിലപാട് ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നാട്ടുനന്മയുടെ ഓരത്ത് സ്നേഹത്തിന്റെ പുഞ്ചിരി ചാർത്തി പ്രിയപ്പെട്ട ആതിര മാധവൻ, ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡ് UDF പറഞ്ഞോളി. തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾക്കെതിരെയുള്ള ഒരു പ്രതികരണം കൂടിയായി ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ UDF മെമ്പർമാരുടെ വാർഡുകൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ജനങ്ങൾക്കൊപ്പം നിൽക്കാനും ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും വാർഡുകളിൽ വികസനം കൊണ്ടുവരാനും UDFിൻ്റെ മെമ്പർമാർ വിജയിച്ചു വരേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കൃത്യമായി നമുക്കത് പരിശോധിച്ചാൽ LDF മെമ്പർമാരുടെ വാർഡുകളും UDF മെമ്പർമാരുടെ വാർഡുകളും പരിശോധിച്ചാൽ വളരെ കൃത്യമായി ആ കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ മത്സരിക്കുന്ന 11-ാം വാർഡിലൂടെ 10-20 ദിവസമായി സഞ്ചരിച്ചപ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം, വളരെ യാതൊരു വിധത്തിലുള്ള പ്ലാനിങ്ങും ഇല്ലാത്ത രീതിയിലാണ് കഴിഞ്ഞ 5 വർഷക്കാലം വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത്. നടന്നു പോകാൻ പോലും പറ്റാത്ത, വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയിലാണ് ഏറെക്കുറെ എല്ലാ റോഡുകളുമുണ്ട്. മാത്രമല്ല, ഏറ്റവും അനിവാര്യഘടമായിട്ടുള്ള കുടിവെള്ള കാര്യത്തിൽ പോലും നിലവിലുള്ള കുടിവെള്ള പദ്ധതികളിൽ പലതും സ്തംഭനാവസ്ഥയിലാണ്. മാത്രമല്ല, അനിവാര്യമായ കുടിവെള്ള പദ്ധതികൾ പുതുതായി ആരംഭിക്കേണ്ടതായിട്ടുമുണ്ട്. ആ കാര്യങ്ങളിൽ പോലും ഒരു ശ്രദ്ധ കഴിഞ്ഞ 5 വർഷക്കാലമായി 11-ാം വാർഡിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അത്ഭുതപ്പെടുത്തുന്ന വികസന മുരടിപ്പാണ് 11-ാം വാർഡിൽ കാണുന്നത്. മാത്രമല്ല, ആ വാർഡിലൂടെ സഞ്ചരിച്ചപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടൊരു കാര്യം, നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, എല്ലാവരോടും സ്നേഹവായ്പ കാണിക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങളാണ് കഴിഞ്ഞ 5 വർഷക്കാലം വളരെ കൃത്യമായി വഞ്ചിക്കപ്പെട്ടത് എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും എനിക്ക് ഒരു ഉറപ്പ് നൽകാൻ കഴിയും, അടുത്ത ഒരു 5 വർഷക്കാലം നമുക്കവിടെ അവസരമുണ്ടായാൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വിവിധ ഫണ്ടുകൾ ശേഖരിച്ചുകൊണ്ട് കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും NABARD-ൻ്റെയും അതേപോലെയുള്ള ഏജൻസികളുടെയും ഫണ്ടുകൾ ശേഖരിച്ചുകൊണ്ട് വാർഡിലെ എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കാൻ ആ രീതിയിലുള്ള വിവിധ ഫണ്ടുകൾ ശേഖരിച്ചുകൊണ്ട് ആ വാർഡിനെ കുട്ടികളുടെ ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏറ്റവും മാതൃകാപരമായ ഒരു വാർഡാക്കി മാറ്റാൻ 5 വർഷം കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ജനപ്രതിനിധി എന്ന നിലയിലുള്ള എൻ്റെ അനുഭവങ്ങൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന നിലയിലുള്ള എൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ആ വാർഡിനെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പ്, ഒരു ദൃഢനിശ്ചയം എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് 11-ാം വാർഡിലെ ജനങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ, നമ്മുടെ ചെയർമാൻ അഹമ്മദ്, എന്താണ് ഈ ഇലക്ഷനെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷകൾ? ഞാൻ ഇതിൻ്റെ ഒരു ചാർജുള്ള ഒരാളാണ്. അപ്പോൾ ചാർജുള്ള ആൾ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ണികുളം പഞ്ചായത്ത് ഈ പ്രാവശ്യം UDF തിരിച്ചു പിടിക്കും. പൂർണ്ണ ഭൂരിപക്ഷത്തോടുകൂടി ഉണ്ണികുളം പഞ്ചായത്ത് UDF വിജയിച്ചു വരും. നമ്മുടെ ഈ മേഖലയിലെ സ്ഥാനാർത്ഥികളൊക്കെ 100% വിജയം വരിക്കും. അബ്ദുള്ള മാഷ്, അതുപോലെ ആതിര മാധവന്, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അസ്ലം കുന്നുമ്മൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, പൂനൂരിലെ സ്ഥാനാർത്ഥി, ഒക്കെ ഈ മേഖല ഞാൻ ഒരേ ആളുകളെ പേര് പറയുന്നില്ല, എല്ലാ സ്ഥാനാർത്ഥികളും ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. ഉണ്ണികുളം പഞ്ചായത്തിൽ ഒരു തൂക്കുഭരണം മാറ്റി ഒരു യഥാർത്ഥ പഞ്ചായത്ത് ജനാധിപത്യ ഭരണം ഈ തെരഞ്ഞെടുപ്പോടുകൂടി അധികാരത്തിൽ വരും. ഓക്കെ.